നമസ്കാരം. പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, തുടക്കമാണ്. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച നേരുന്നു. മോനെ മോനെ എണീക്ക്, വാതില് തുറന്നേ. ഓടാൻ സമയായിന്ന്. ഡാ എണീക്കാൻ. അഖില് കണ്ണും തിരമ്മി ഉറക്കച്ചടവിൽ വന്ന് വാതിൽ തുറന്നു. അച്ഛാ, 5 മണിയല്ലേ ആയോളൂ, 5:30-ക്കല്ലേ ഓടാൻ പോകേണ്ടേ? നീ ഇപ്പൊ എണീറ്റാലല്ലേ 5:30-ക്ക് ഇറങ്ങാൻ പറ്റൂ. 5:15 വിളിച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കിടന്നോട്ടെ. ഡാ വേണ്ട, ഇനി കിടന്ന ചൂട് വെള്ളം എടുത്ത് ഞാൻ മുഖത്തൊഴിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ അച്ഛൻ്റെ ഒരു കാര്യം. കൃത്യം 5:30-ക്ക് ഇറങ്ങിക്കൊള്ളണം. കൃത്യസമയം തന്നെ അഖിലെത്തി. അച്ഛനും മോനും ഓടാൻ തുടങ്ങി. സെലക്ഷൻ ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. 10 ദിവസം ഉണ്ടല്ലോ. എത്ര നാളുകൊണ്ട് ഓടുന്നതാ. നിനക്ക് SI സെലക്ഷനും വേണം എന്നാ കഷ്ടപ്പെടാനും വയ്യെന്ന് പറഞ്ഞ വല്ലതും നടക്കോ? ഈ അഖിലിനെ കുറിച്ച് അച്ഛൻ എന്തറിയാം? ഗ്രൗണ്ടിൽ ഞാൻ റോക്കറ്റ്. അത്ര നിസ്സാരമായി കാണണ്ട. എവിടെ നിന്നൊക്കെയാ പിള്ളേർ വരുന്നതെന്നറിയോ? എന്ത് കഷ്ടപ്പെട്ടിട്ടാ ജയിക്കുന്നത്. എന്തായാലും ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ ആയിരിക്കൂല. മൂക്കുമുട്ട ചോറും കഴിച്ച് കിടക്കും. വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞാലോ എന്നും ഓടല്ലേ എന്ന് ചോദിക്കും. എന്നാ നേരെ ഓടൂ? അതുമില്ല. ആമ ഇഴയണ പോലെ ഓടും. നിന്നെ എണീപ്പിച്ച് നിന്റെ കൂടെ ഓടി എനിക്ക് പ്രയോജനമുണ്ടായി. എൻ്റെ കൊളസ്ട്രോൾ കുറഞ്ഞു. അതെ, ഞാൻ സെലക്ഷൻ കിട്ടി വരുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ. കേട്ടോ. സെലക്ഷൻ ദിവസം അച്ഛനും മകനും രാവിലെ തന്നെ ഇറങ്ങി. ആദ്യം ഷോർട്ട് പുട്ടാണെന്ന് തോന്നുന്നു. ഞാനിവിടെ നിൽക്കാം, നീ അങ്ങ് ചെല്ലേ. ഷോർട്ട് പുട്ട് മത്സരം കഴിഞ്ഞു, പാസ്സായി. ഇനി അടുത്തത് ലോങ് ജമ്പ്. അതിലും അഖിൽ പാസ്സായി. ഇനിയാണ് ഓട്ടം തുടങ്ങുന്നത്. അവന് നല്ലോണം ഓടാൻ കഴിയണേ ഈശ്വരാ, അച്ഛൻ പ്രാർത്ഥിച്ചു. മത്സരം തുടങ്ങി. അഖിലിന് നല്ല സ്പീഡുണ്ട്. പക്ഷേ 1 മിനിറ്റ് വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. അവൻ പരാജയപ്പെട്ടെന്ന് അവന് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. ക്ഷമിക്കണം, വിശ്വാസമല്ല, അമിത വിശ്വാസം. അവൻ വിളറിയ മുഖവുമായി അച്ഛൻ്റെ അടുത്ത് ചെന്നു. സാരമില്ല, ഇനിയിപ്പോൾ വിഷമിച്ചിട്ടെന്താ കാര്യം. അവർ വീട്ടിലേക്ക് തിരിച്ചു. അവൻ ബസ്സിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ലോട്ടറി വിൽക്കുകയാണ്. 2 കാലുമില്ല. കൈകൊണ്ട് നിരങ്ങി ഓരോ ആൾക്കാരെടുത്തും പോയി ലോട്ടറി വിൽക്കാൻ ശ്രമിക്കുന്നു. കഷ്ടപ്പാട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ജീവിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അവന് സ്വയം പുച്ഛം തോന്നി. അച്ഛൻ പറഞ്ഞത് കേട്ടെങ്കിൽ ഒരു ജോലിയെങ്കിലും ഇപ്പം കിട്ടിയേനെ. 1 മിനിറ്റ്, വെറും 1 മിനിറ്റ്, എന്നെ തോൽപ്പിച്ച 1 മിനിറ്റ്. ഞാനിത് ലാഘവത്തോടെ എടുത്തതാണോ പ്രശ്നമായത്? ജയിച്ചവരെല്ലാം അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. സ്റ്റോപ്പ് എത്തി. വീട്ടിലോട്ട് നടക്കുന്ന വഴി രാഘവൻ മാമൻ അവിടെ നിപ്പുണ്ടായിരുന്നു. എന്തായി അഖിലേ, കിട്ടിയോ? ഇല്ല, അടുത്ത പ്രാവശ്യം നോക്കാം. അച്ഛനാണ് മറുപടി കൊടുത്തത്. അയ്യോ, ഇനിയിപ്പോൾ ജോലിയില്ലാതെ നിൽക്കണമല്ലോ. എൻ്റെ മോൻ രമേശന് വിസ വന്നു. അടുത്ത ആഴ്ച ദുബായിൽ പോവും. അഖിലിൻ്റെ അതേ പ്രായമാ. മോൻ വിഷമിക്കണ്ട, അച്ഛൻ്റെ കൂടെ കടയിലിരുന്നാലും മതിയല്ലോ. അയാൾ ആശ്വസിപ്പിക്കുകയാണോ അതോ കളിയാക്കുകയാണോ എന്ന് മനസ്സിലാവാതെ അഖിൽ നിന്നു. വീട്ടിലോട്ട് പോട്ടെ, ക്ഷീണമുണ്ട്. കാണും, അവൻ ഓടി ക്ഷീണിച്ചതല്ലേ. അവർ മറുപടി പറയാതെ വീട്ടിലോട്ട് പോയി. പിറ്റേന്ന് രാവിലെ കൃത്യം 4 മണിക്ക് ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ട് അച്ഛൻ വാതിൽ തുറന്നു. എന്താടാ? സമയമായി, ഓടണ്ടേ? അതിന് സെലക്ഷൻ. ഒന്നുകൂടെ ട്രൈ ചെയ്യാന്നേ. ഇനിയിപ്പോൾ 6 മാസത്തെ കൂടുതലുണ്ടല്ലോ. 6 മാസമല്ലേ ഉള്ളൂ, അഖിൽ പറഞ്ഞു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദാ വരുന്നു 5 മിനിറ്റ്. പരാജയത്തിൽ നിന്ന് വിജയത്തിനായി പോരാടാൻ അഖിൽ തീരുമാനിച്ചിരുന്നു. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച നേരുന്നു. ശുഭദിനം.